ആദം, നീ എന്റെ ആരടാ? Nephew. നീ എന്റെ നെഫ്യൂ ആണ്. നീ എന്റെ നീസ് അല്ലേ? No, I am your nephew. ഉറപ്പാണ്. Yeah. ഓക്കെ, അപ്പൊ ഞാൻ ആദമിനെ ചെറിയ രീതിയിൽ കൺഫ്യൂഷൻ ആക്കി. നീ നീസാണോ നെഫ്യൂ എന്ന് വെച്ചിട്ട്. ഇത് പലർക്കും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന പലരുടെയും കൺഫ്യൂഷൻ ആണ് നെഫ്യൂ നീസ്. ഓക്കെ, ചില ആളുകൾക്ക് അത് അറിയില്ല, ചില ആളുകൾക്ക് കൺഫ്യൂഷൻ. ഓക്കെ, അപ്പൊ നിങ്ങളെ കൺഫ്യൂഷൻ സെറ്റ് ആക്കി തരാം അല്ലേ? ഓക്കെ, അപ്പൊ ഇതെന്റെ ബ്രദറിന്റെ മകനാണ്. അതായത് എന്റെ സിബ്ലിങ്സ് എന്ന് പറഞ്ഞത് അത് വേറൊരു കാര്യം കേട്ടോ. അതും മനസ്സിലാക്കണം. സിബ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെപ്പിറപ്പ്, എന്റെ ബ്രദറോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഒക്കെ എനിക്ക് സിബ്ലിങ്സ് ആണ്. ഓക്കെ, ഇപ്പൊ ഐ ഹാവ് 4 സിബ്ലിങ്സ്. എനിക്ക് 4 സിബ്ലിങ്സ് ഉണ്ട്. അപ്പൊ ഇത് എന്റെ ഒരു സിബ്ലിങ്, അതായത് എന്റെ ബ്രദറിന്റെ മകനാണ്. അപ്പോ ഇവനെനിക്ക് എന്താണ് നെഫ്യൂ. എന്റെ സിബ്ലിങ്സിന്റെ ആൺകുട്ടിക്ക് ഞാൻ നെഫ്യൂ എന്ന് പറയും. ഇപ്പൊ ഇവനൊരു സിസ്റ്റർ ഉണ്ടെങ്കിൽ ഞാൻ നീസ് എന്ന് പറയും. മനസ്സിലായോ? അതായത് നമ്മുടെ സിബ്ലിങ്സിന്റെ ആൺകുട്ടിക്ക് നെഫ്യൂ, പെൺകുട്ടിക്ക് നീസ്. മനസ്സിലായോ? അപ്പോ ഞാൻ എന്നോട് ചോദ്യം ചോദിക്കട്ടെ, ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? ഇപ്പൊ ഇന്റർവ്യൂലൊക്കെ ചോദിക്കുന്ന ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? അപ്പൊ സിബ്ലിങ്സോ അതെന്താന്ന് വിചാരിക്കരുത്, നമ്മളെ കൂടെ പിറപ്പ്. സോ ഹൗ മെനി സിബ്ലിങ്സ് ഡു യു ഹാവ്? 2. ഓക്കെ, അപ്പൊ ഇവന് 2 സിബ്ലിങ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നീസ് എന്താ മനസ്സിലായി, നെഫ്യൂ എന്താ മനസ്സിലായി. ഇനി കസിൻ എന്താണ്? കസിൻ എന്ന് പറഞ്ഞാൽ പലരും തെറ്റിച്ചു പറയും, ഇതെന്റെ കസിൻ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് എന്റെ ബ്രദറിന്റെ മകനാണ്. ഇവൻ എനിക്ക് നെഫ്യൂ ആണ്. ഓക്കെ, കസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛന്റെ അമ്മന്റെ ബ്രദറിന്റെ സിസ്റ്ററിന്റെ മക്കളാണ്. അച്ഛന്റെ അമ്മന്റെയും ബ്രദറിന്റെയും സിസ്റ്ററിന്റെ മക്കളൊക്കെ നമുക്ക് കസിൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക, ഇനി തെറ്റിക്കരുത്. സോ ഗൈസ്, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളുടെ പേഴ്സണൽ ട്രെയിനേഴ്സ് 2 മാസം കൊണ്ട് നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. നിങ്ങൾ ഫ്രീ ആകുന്ന ഒരു 1/2 മണിക്കൂർ. മുകളിൽ പോവാ, ബയോയിൽ